പ്രസാദ് സാർ കുറച്ചധികം ലീനിയൻ്റാന്ന് തോന്നല്ലോ. യൂണിഫോം വേണ്ട, മുടി വെട്ടണ്ട, ഓഫീസിൽ എല്ലാ ദിവസവും പ്രസൻ്റായി കാര്യങ്ങളൊന്ന് സൂപ്പർവൈസ് ചെയ്താൽ മാത്രം മതി, സാലറി കൃത്യം കിട്ടും. കൊള്ളാലോ. രാജിവെക്കാൻ ശ്രമിച്ചതാ, സാറ് സമ്മതിച്ചില്ല. തന്നെ ബാധിച്ചിരിക്കുന്ന വിഷാദരോഗത്തിൻ്റെ തീവ്രത കുറയുന്നില്ല എന്ന് മാത്രമല്ല, ദിനം തോറും കൂടി വരികയും ചെയ്യുന്നു. റീസൺ എന്താണെന്ന് നമുക്ക് രണ്ടുപേർക്കും അറിയാം. തനിക്ക് തൻ്റെ ഭാര്യയുടെയും മകളുടെയും റിമെയിൻസ് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. അവർക്കൊരു പ്രോപ്പർ സംസ്കാരം, ഒരു കല്ലറ, ഇതൊന്നും അത്യാഗ്രഹങ്ങളല്ല ഓസ്ലർ. ബട്ട് ഫേറ്റ് ഇസ് അഗൈൻസ്റ്റ് us. തൻ്റെ ഭൂതകാലവുമായി താൻ പൊരുത്തപ്പെട്ടാൽ മാത്രമേ തൻ്റെ ഈ ഉറക്കമില്ലായ്മയിൽ നിന്നും തനിക്കൊരു മോചനമുള്ളൂ. ഇത്തരം വലിയ പേഴ്സണൽ ട്രാജഡികളിൽ വീണുപോയിട്ടുള്ള, അതിൽ നിന്നും തിരിച്ചു വന്നിട്ടുള്ള എല്ലാവരും കാലങ്ങളായി ഫോളോ ചെയ്യുന്ന ഒരു മന്ത്രം മാത്രമേ ഉള്ളൂ: ലെറ്റ് ഗോ. എടോ, തൻ്റെ ഇൻസോംനിയ ക്രോണിക് ആയിട്ടുണ്ട്. ഇപ്പോൾ താൻ ഹാലൂസിനേറ്റ് ചെയ്യാൻ വരെ തുടങ്ങിയിരിക്കുന്നു. താൻ മരുന്നുകൾ വേണ്ടാന്നൊരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, സൈക്കോളജി വിട്ട് ഫിസിയോളജി പിടിച്ചു നോക്കാം. പരമാവധി ശാരീരിക അധ്വാനം ചെയ്യുക, അങ്ങനെ ശരീരത്തെ ക്ഷീണിപ്പിക്കുക. ഒരു ഘട്ടം കഴിയുമ്പോൾ ശരീരം താനെ ഷട്ട് ഡൗൺ ആവും. താൻ കുറച്ചെങ്കിലും ഉറങ്ങും. നമുക്കതൊന്ന് ശ്രമിച്ചു നോക്കിയാലോ? ഓസ്ലറെ, ഇനി ഞാൻ സംസാരിക്കാൻ പോകുന്നത് തന്നോട് അടുപ്പമുള്ള ഒരു സുഹൃത്തെന്ന നിലയിലാണ്. കഴിഞ്ഞ 3 വർഷത്തെ കടുത്ത വിഷാദവും ഈ ഉറക്കമില്ലായ്മയും തൻ്റെ ശരീരത്തെ പോലും വല്ലാതെ ബാധിച്ചിരിക്കുന്നുണ്ടോ? തനിക്ക് അകാല വാർദ്ധക്യം പോലും പിടിപെട്ടിരിക്കുന്നു. പ്ലീസ് എംബ്രേസ് ലൈഫ് ആൻഡ് കം ബാക്ക് ആൻഡ് ഫൈൻഡ് എ പർപ്പസ്. നീ എവിടെയാണ് കറങ്ങി നടക്കുന്നത്? നിനക്കെനിക്കൊരു സ്ഥലം തന്നിട്ടില്ലേ? അവിടെ ഇരുന്നാ പോരെ. അറിയിപ്പിക്കണ്ട എന്നെ കൊണ്ടൊന്നു. സാറ് വന്നു. എന്തിനാണ് സാറേ ഇവനൊക്കെ ഇങ്ങനെ കാശ് ചെലവാക്കി ഫുഡ് വാങ്ങിക്കൊടുക്കുന്നത്? എത്ര കാലായില്ലേ? പാവം. സാറിനല്ല വിഷമമുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ സത്യമായിട്ട് എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല. നമ്മൾ കസ്റ്റഡിയിലായ ദിവസങ്ങളിൽ എവിടെ കലഞ്ഞ് സാറിൻ്റെ ഭാര്യനെയും മകളെയും പൊക്കിയതിന് ശേഷം ഞാൻ മിനിമം ഒരു 10-15 നൈട്രസൻ അടിച്ചിട്ടുണ്ടാവും. എൻ്റെ തലച്ചോറൊക്കെ ഫ്രൈഡായിരുന്നു. എല്ലാം കഴിഞ്ഞ് പോലീസ് എന്നെ പിടിച്ച് എൻ്റെ കിക്കിറങ്ങിയപ്പോഴേക്കും എനിക്ക് പലതും ഓർമ്മയില്ലാണ്ടായി. സാറ് എത്ര വട്ടം എന്നെ ഇതുപോലെ കാണാൻ വന്നാലും എനിക്കിനിയൊന്നും ഓർമ്മ വരും തോന്നുന്നില്ല. ക്രോണിക് ഡ്രഗ് യൂസിൻ്റെ പ്രശ്നം. സാറ് വാങ്ങി തന്ന ഈ ഫുഡ് കഴിക്കുമ്പോൾ എനിക്കല്ല വിഷമമുണ്ട്. പക്ഷെ സാറ് മാസം കൊണ്ടുവന്നി ഹോട്ടൽ ഫുഡ് മാത്രമേ ഉള്ളൂ എനിക്ക് പുറം ലോകമായ ആകെയുള്ള ബന്ധം. ഹലോ ഓസ്ലർ. ഹലോ അലക്സാണ്ടർ. ഹലോ കൃഷ്ണദാസ്. പുസ്തകം എഴുതാനും നിങ്ങളുടെയൊക്കെ ജീവിതം സിനിമയാക്കാനും ഒരുപാട് ഓഫറുകളുണ്ടെന്ന് കേട്ടു. യുദ്ധം അവസാനിക്കുമ്പോൾ ശവങ്ങൾക്ക് വേണ്ടി കഴുകന്മാർ വരുന്നത് സ്വാഭാവികമല്ലേ? താങ്കളുടെ ഒരു ചോദ്യത്തിന് ഞാൻ പകുതി മറുപടി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സേവിയുടെ മകൾ അമേരിക്കയിൽ നിന്ന് ലീവിന് തിരിച്ചു വരുന്നതുവരെ എനിക്ക് കാത്തിരിക്കാമായിരുന്നു. ഞാൻ നിർബന്ധിച്ചിരുന്നെങ്കിൽ കൃഷ്ണദാസ് ദേവിക്ക് പകരം മകളെന്നതിൽ
സമ്മതിക്കുമായിരുന്നു. പക്ഷേ ഞാനിത് ചെയ്തത് താങ്കൾക്ക് വേണ്ടിയാണ്. എല്ലാം ഇട്ടെറിഞ്ഞ് മനമെടുത്ത് തിരിച്ചു പോകുന്നതിന് മുമ്പ് താങ്കളെ അന്വേഷണ ഉദ്യോഗസ്ഥനായിക്കട്ടെ. താങ്കളൊരു നല്ല മനുഷ്യനാണ് ഹോസ്റ്റലർ. നമ്മൾ കണ്ടുമുട്ടേണ്ടവരായിരുന്നു. We were so destined to meet. നമ്മൾ ഇനിയും കണ്ടുമുട്ടിക്കൊണ്ടേയിരിക്കും. വരട്ടെ. ബോൺ റെസിഡിയോ ഹോസ്റ്റലർ, ബോൺ റെസിഡിയോ. സാർ രാവിലെ വന്ന് എന്നെ കാണാതെ പോയപ്പോഴേക്കും ഞാൻ വിചാരിച്ച് സാർ ഇന്നിനി വരില്ലായിരിക്കും എന്ന്. സാർ നല്ല തിരക്കിലല്ലേ? എന്തായാലും ഡിന്നർ നന്നായിട്ടുണ്ട്. പിന്നെ സാറിൻ്റെ കേസിൽ രണ്ടുപേരും ഇന്ന് കണ്ടായിരുന്നു, പക്ഷെ സംസാരിക്കാൻ പറ്റിയില്ല. എൻ്റെ ഭാര്യയും മോളും സാറ് ഇത് ചോദിക്കലെടുത്തിയെന്ന് ഞാൻ വിചാരിച്ച. ഞാൻ പറഞ്ഞില്ലേ സാറേ, എനിക്കൊന്നും ഓർമ്മയില്ല. എൻ്റെ ഭാര്യയും മോളെയും എവിടെയാണ് കുഴിച്ചിട്ടതെന്നല്ല ഞാൻ ചോദിച്ചത്. അവരിപ്പോൾ എവിടെയാണെന്നാണ് ചോദിച്ചത്. വിനീത്, നിന്റെ കാറിൻ്റെ ഡിക്കിയിൽ നിന്നും അവരുടെ ചോര പുരണ്ട വസ്ത്രങ്ങളും വലിയൊരു കൊടുവാളും കിട്ടി. വാളിലും വസ്ത്രത്തിലും കണ്ട രക്തം DNA ടെസ്റ്റിലൂടെ എൻ്റെ ഭാര്യയുടെയും മോളുടെയുമാണെന്ന് തിരിച്ചറിഞ്ഞു. പക്ഷേ ആ ഷോക്കിൽ എല്ലാവരും വിട്ടുപോയ കേരള പോലീസിന് ഇന്നേ വരെ പരീക്ഷിക്കേണ്ടി വന്നിട്ടില്ലാത്ത ഒന്നുണ്ടായിരുന്നു. ബോൺ റെസിഡ്യൂ. എല്ലിൻ്റെ ചെറിയ ചെറിയ തരികൾ. എല്ല് വെട്ടാൻ കത്തി ഉപയോഗിച്ച ശേഷം അതെത്ര കഴുകിയാലും, ഈവൻ കെമിക്കൽ വാഷ് ചെയ്താൽ പോലും ബോൺ റെസിഡ്യൂ പോകില്ല. നീ എൻ്റെ കുടുംബത്തെ വെട്ടിനുറുക്കാൻ ഉപയോഗിച്ച കത്തിയിൽ ബോൺ റെസിഡ്യൂവിൻ്റെ ഒരു അംശം പോലും ഉണ്ടായിരുന്നില്ല. ഞാനിപ്പോൾ ക്രോസ് ചെക്ക് ചെയ്തു വിനീത്. ദാറ്റ് മീൻസ് എൻ്റെ ഭാര്യയും മോളും വെട്ടിനുറുക്കപ്പെട്ടിട്ടില്ല. സോ നീ എന്തായാലും അത് ചെയ്തിട്ടില്ല വിനീത്. പക്ഷേ അവരെ ആരെന്ത് ചെയ്തു എന്നുള്ളത് നിനക്കറിയാം. പറയേ, ആരാണിതിൻ്റെ പിറകില്? പറയടാ. ഫൈനലി യു ഫൗണ്ട് ഇറ്റ് മാൻ. എത്ര കാലമായെന്നറിയോ ഞാൻ ഇതിനെ കാത്തിരിക്കുന്ന. നീ വല്ല ഇൻവെസ്റ്റിഗേറ്റർ അല്ലേ? മിടുക്കണ്ണെ കണ്ടുപിടിക്കേ. ലെറ്റ്സ് സീ വാട്ട് യു മേഡ് ഓഫ്, ഓസ്ല.